പിന്നെ ഇവിടെയുള്ള കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെയുള്ള ആനകളെല്ലാം അതിനെ അഴിച്ചു കൊണ്ടുപോയിട്ട് കാട്ടി കയറ്റി വിട്ടിട്ട് എന്തോ ചെയ്യാൻ പറ്റും? ഒറ്റകൾക്ക് ഒരു ദിവസം ആ കാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ പിടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ഉണ്ടായ ആനയെ പിടിച്ച് ഇത്രയും കാലം മനുഷ്യന്മാര് സംരക്ഷണം കൊടുത്തിട്ട് ഇതാക്കി തിന്ന് ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം, കാട്ടി കയറ്റി വിട്ട് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഘടനകളാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത്. അവർക്കൊക്കെ അവരുടേതായ വ്യക്തമായ ലാഭങ്ങളുണ്ട്. ഞാൻ എന്തായാലും പറയും, ഈ പറയണതിൻ്റെ പേരിൽ പറയാണ്ട് ഇതൊന്നും കേൾക്കാണ്ട് മിണ്ണാണ്ട് നടന്ന കാലത്ത് എന്നെ ആൾക്കാർ എടുത്തിട്ട് ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, അങ്ങോട്ട് ഇങ്ങോട്ടും പന്ത് തട്ടണ പോലെ. എന്നിട്ട് ഞാൻ കുലുങ്ങിയിട്ടില്ലേ. ഞാൻ പറയും, ഇതിനെ നമ്മുടെ കേരളത്തിലേക്ക് ആനകൾ വരാണ്ടിരിക്കാനായിട്ട് അതുപോലെ പൈസ എറിഞ്ഞുള്ള കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആനകൾ വന്നെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? കാട്ടിൽ എത്ര ആന ഒരു പൂരപ്പറമ്പിൽ ഒരു ആനയും വഴക്കുണ്ടാക്കില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മെയിനായിട്ട് ആനകൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്നുള്ളൊരു ഡിസ്ട്രാക്ഷൻ ആണെന്നാണ് എൻ്റെ അറിവ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കമ്മിറ്റിക്കാരെ കൊണ്ടുപോകുന്ന ആൾക്കാരോടാണ് കേട്ടോ പറയണേ. നിങ്ങൾ ആനകളെ കൊണ്ടുപോയി പരിപാടികൾക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു പരിപാടി സ്ഥലത്തേക്ക് നിങ്ങളൊരു ആനയെ ഏൽപ്പിച്ചു. ആ ആനയുടെയും ആ ആനക്കാരൻ്റെയും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളാണ്. നിങ്ങൾ കൊണ്ടുപോകുന്ന പൂരം, നിങ്ങൾ കമ്മിറ്റിയിൽ 50 ആളുണ്ടെങ്കിൽ നിങ്ങൾ 50 ആൾക്കാർ പൂരം ആഘോഷിച്ച് നടക്കുമ്പോൾ നിങ്ങളൊരു 5 ആള്, അധികം ആൾക്കാരും വേണ്ട, 5 ആൾക്കാർ ആനകളുടെ കാര്യം ശ്രദ്ധിക്കാൻ, പുറത്തു നിന്നുള്ള ആൾക്കാരെ മാറ്റാൻ. പുറത്തു നിന്ന് പറഞ്ഞ ആനേനെ കാണുമ്പോൾ തോണ്ടാനും തോലവിടാനൊക്കെ വരുന്ന ആൾക്കാരുകളില്ലേ, അവരോടൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരാന ഒരു പൂരപ്പറമ്പിലേക്ക് വരികണത് ഇഷ്ടമുണ്ടായിട്ടല്ല വരുന്നത്. ഞങ്ങൾക്കും വരാൻ താല്പര്യമില്ല. പക്ഷെ നമുക്കൊക്കെ ജീവിക്കണമെങ്കിലും നമുക്കൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഈ പൂരങ്ങളും കാര്യങ്ങളും കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള തൊഴിലാളികൾ, ഈ ആനകളുടെ കാര്യം നോക്കുന്ന മുതലാളിമാർ എല്ലാവരും നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമാണത്. പൂരപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്ന ആനകളെ തലയെക്കെട്ട് കെട്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എലിഫന്റ് സ്ക്വാഡിൽ ഏകദേശം ഒരു 6 മാസത്തോളം ഞാൻ ജോലി ചെയ്തിരുന്നു, SPCAയിൽ ജോലി ചെയ്തിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു 4-5 ആൾക്കാർ പോയി ഞങ്ങൾക്കൊരു പൂരം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കമ്മിറ്റിക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല? പുറത്തുനിന്നുള്ള ആൾക്കാരെ ശല്യം, മേളക്കാരെ ഒരു ഡിസ്റ്റിങ്സ് ഇട്ട് നീക്കി നിർത്തി, ആൾക്കാരെ 2 സൈഡിൽ 2 ആൾക്കാരെ നിങ്ങളുടെ ആൾക്കാരെ നിർത്തി, എന്നിട്ട് ആൾക്കാരെ പൊതുജനങ്ങളെ മാറ്റി വിടേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. കാരണം അവിടെ ആ പൂരത്തിന് വന്ന ആന വല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ആ ആനയെ കൊണ്ടുവന്ന പ്രസിഡന്റ്, സെക്രട്ടറി, അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ കേസ് കാര്യങ്ങൾ പുലിവാലായിട്ട് നടക്കണം. പുറത്തുനിന്നുള്ള ജനങ്ങളെ നിങ്ങൾ ഒതുക്കി നിർത്തുക. അതുപോലെ തന്നെ ഈ ജനങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു ആനക്കാരൻ്റെ അനുവാദമില്ലാതെ ഒരിക്കലും ചെന്ന് ഒരു ആനയെ തൊടാനോ അല്ലെങ്കിൽ അതിനെ ഫോട്ടോ എടുക്കാനോ മറ്റുള്ള കാര്യങ്ങളോ ശ്രമിക്കരുത്. ആനയുടെ അടുത്തുനിന്ന് നിങ്ങളുടെ അടുത്ത് നീങ്ങി നിൽക്കാൻ പറയുന്നുണ്ടെങ്കിൽ ആ ആനക്കാരൻ്റെ കൺട്രോളിൽ കറക്റ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളോട് നീങ്ങി നിൽക്കാൻ പറയുന്നത്. ആ നീങ്ങി നിൽക്കാൻ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അപ്പം തോന്നുന്ന ഒരു ധാരണയുണ്ട്, ഇവൻ വലിയ ആനക്കാരനായതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളോട് നീങ്ങി നിൽക്കാൻ പറയണമെന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അത് ആ ആനക്കാരൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി എന്നല്ലേ അപ്പോൾ ആൾ നോക്കണേ. ആൾക്കിപ്പോൾ എന്താണ്, നിങ്ങൾ വന്നോ ആന കൺട്രോൾ പോയി നിൽക്കുകയാണെങ്കിലും വന്ന് ഫോട്ടോ എടുത്തോ, ആൾ ലേശം അങ്ങോട്ട് ഇറങ്ങി നിന്ന് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചോട്ടെ എന്ന് ആനക്കാരൻ ഒരിക്കലും ചിന്തിക്കില്ല. പട്ടാളക്കാരനായാലും ആനക്കാരായാലും പിന്നെ എല്ലാ ജോലി ചെയ്യണവരും എല്ലാത്തിനും റിസ്ക് ഉണ്ട്. വണ്ടി ഓടിക്കുന്നവരായാലും എല്ലാ പണിയിലും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച പകുതി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കുറച്ച് കാലങ്ങൾക്ക് മുന്നൊന്നും ഇത്ര ആനകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആൾക്കാർ മരണപ്പെടുക അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. എവിടെയെങ്കിലുമൊക്കെ 1-2 പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒഴിച്ച്. ഇപ്പം അങ്ങനെയല്ല. ആനയുടെ മുഖത്തേക്ക് ലേസർ അടിക്കുക. പൂരപ്പറമ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ബംഗാളികൾ കൊണ്ടുവന്ന് വന്ന 20 രൂപയുടെ ഒരു സാധനമുണ്ട്, ഇതിങ്ങനെ മുഖത്ത് അടിക്കുന്നത്, ലേസർ. ഞാനിപ്പോൾ ഈ സ്ക്വാഡിൽ പോയപ്പോൾ പല സ്ഥലത്തും പോയപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആനയുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആന പെട്ടെന്ന് പേടിക്കുകയാണ്. കാരണം നമ്മൾ കാണുന്ന ആ ഒരു രീതിക്ക് ആവില്ല ആന കാണുന്നത്. ഇപ്പോൾ നമ്മൾ പഠനങ്ങളും മറ്റുള്ള ഡോക്ടർമാരും ആയാലും പറഞ്ഞേക്കണത് എക്സ്റേ കണ്ണിലൂടെയാണ് ആനകൾ നമ്മളെയൊക്കെ കാണുന്നത്. അതായത് മണം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലാതെ നമ്മൾ മനുഷ്യന്മാർ കാണുന്ന പോലെ ആനകൾക്ക് നമ്മളെ കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ DJ, ലൈറ്റ്, സൗണ്ട് സിസ്റ്റം സാധനങ്ങൾ അത് അധികം ഈ നേർച്ചയ്ക്ക് പോണ സ്ഥലങ്ങളിലാണ് കണ്ടേക്കുന്നത്. നിങ്ങൾ കുറച്ച് ആനകളെ വെച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടി ആകുമ്പോൾ അത് കുറച്ച് ഫ്രണ്ടിലായിട്ട് പോവുക. അതിൻ്റെ പുറകിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലോ ഒരിക്കലും ആനകളെ നിർത്താതിരിക്കുക.
ഇതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്ന് അവിടെ ഒരു അപകടം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നേർച്ചയ്ക്ക് വന്നിട്ട് നമ്മുടെ കുഞ്ഞോഞ്ഞാടിന് ഒരു അപകടം പറ്റി. അത് അവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു വണ്ടിയിൽ ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ ഒരു ആനക്കാരൻ്റെ ജീവനോടെ പോയി. പെട്ടെന്ന് ഇങ്ങനെ ഒരു സൗണ്ട്, ഈ ഇത്രയും ഇത്രയും ബോക്സുകളും സ്പീക്കറുകളും സാധനങ്ങളും ഇതൊന്നും ആനയെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ പറയില്ല. നമ്മൾ അവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വരുന്നത്. ഇതൊക്കെ ആനകൾക്ക് ഇറിറ്റേഷനാണ്. ഇമാതിരി ലൈറ്റുകൾ ഒരുപാട് ആനകളുടെ മുഖത്തേക്ക് അടിക്കുക. നിങ്ങൾ കുറച്ച് ലോങ്ങിലേക്ക് പോയാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ആനക്കാരൻ അതിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുവാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഇരിക്കുകയാണ്, ചിലപ്പോൾ ഉറക്കം തൂങ്ങി ഇരിക്കുമായിരിക്കും. ബാക്കിൽ ചെന്നിട്ട് ഇങ്ങനെ ആനയെ തുടർന്ന പരിപാടിയില്ലേ, അത് ചെയ്യരുത്. നമ്മൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അല്ലാണ്ട് പുറത്തുള്ള ഒരാൾ വന്ന് തൊടുമ്പോൾ ആ ആനക്കാരനെ അറിയണം. അപ്പോൾ ആനക്കാരൻ ആനേനെ അരുതേ അവിടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾ തൊട്ടോ എന്ന് പറയുമ്പോൾ തൊടാം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ആനേനെ ചെന്ന് തൊടരുത്. ആ തുടർന്ന് ആ ഒരു കാരണം മതി ആനകൾക്ക് ഇതുണ്ടാക്കാൻ. പിന്നെ ചില ആനകൾ വാലിന് ഇങ്ങനെ അടിക്കും, കാലുകൊണ്ട് അടിക്കും. ഇതിൻ്റെ കാല് പൂട്ടിയിട്ടാലും ഇത് വാലുകൊണ്ട് അടിക്കും. വാലുകൊണ്ട് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ തുടർന്നവൻ തൊട്ടിട്ട് അങ്ങോട്ട് പോവും. ബാക്കിൽ വന്ന ആളാരാണോ അവർക്ക് അരിക്കി പട കിട്ടുക, അടി കിട്ടുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുമാതിരി തന്നെ വെയിലിൻ്റെ ഒരു ഇതനുസരിച്ച് ആനകളെ നിർത്തുക. പണ്ടത്തെ പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 11 മണിക്കും 12 മണിക്കും ഒക്കെ ആനകളെ എഴുന്നേൽപ്പിച്ചിരുന്നു. ഒരു പ്രശ്നമില്ലായിരുന്നു. അന്നത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ചൂടെന്ന് പറഞ്ഞാൽ 22 ഡിഗ്രി അല്ലെങ്കിൽ 25 ഡിഗ്രി ഒക്കെയാണ്. ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് 40, 45, 48ഒക്കെയാണ് ചൂട്. അപ്പം നിങ്ങൾ പരമാവധി ആനകളെ തണലത്ത് കുറച്ച് നേരം വെയിൽ കൊണ്ട് നിൽക്കുമ്പോൾ ഇവർക്ക് ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി തണലത്ത്. ഇനി അങ്ങനെയാണെങ്കിൽ എന്തോരം കാശ് നമ്മൾ പൂരത്തിന് വേണ്ടി മുടക്കുന്നു. ആനകൾക്ക് നിൽക്കാനുള്ള ഒരു ഷീറ്റ് കൊണ്ടോ എന്തെങ്കിലും ഒരു തണൽ കിട്ടാവുന്ന എന്തെങ്കിലും ഒരു സംവിധാനം വെച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ആൾക്കാർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ ശ്രമിച്ചാൽ അത് കമ്മിറ്റി ആനയെ കൊണ്ടുപോകുന്ന ആൾക്കാരിൽ ഒരാൾക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചിന്തിച്ച് മനസ്സിലാവും. അത് ഒരു പരിപാടി സ്ഥലത്തേക്ക് വന്നാൽ ആ ആനയെ അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരിച്ച് സേഫായിട്ട് കയറ്റി വിടുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ പൂരപ്പറമ്പിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം, തലപൊക്കൽ കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പരമാവധി എന്തതുകൊണ്ട് ഒരു നേട്ടമുള്ളത്? ആനകൾ നിൽക്കേണ്ട രീതിയിൽ നിൽക്കട്ടെ. ചില സ്ഥലത്ത് എന്ത് കഴിഞ്ഞാൽ പറഞ്ഞ് പൊക്കട എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കിടന്ന് ഒച്ചപ്പാടം ഉണ്ടാക്കുന്നതാണ്. എന്ത് കാര്യമായിരിക്കുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും വല്ല ഗുണമുണ്ടോ ഈ മിണ്ടാപ്രാണികൾക്ക്? അപ്പം ഞാൻ പറയണത് അതൊക്കെ നമുക്ക് പരമാവധിയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന്, ഞാൻ പറയണത് തെറ്റാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ഞാനത് എൻ്റെ അടുത്ത് അത് ഞാൻ തെറ്റ് സമ്മതിക്കുക. അത് ശരിയാണെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. ഒരു വലിയ ആനയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ സദസ്സിൽ കൊണ്ടുപോയിട്ട് അതിങ്ങനെ വായെ പൊളിച്ച് നിന്ന് അതിന് നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ട് എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ? ചെല്ലണം, സദസ്സ് ചെല്ലണം. നിൽക്കണ്ടെന്നല്ല ഞാൻ പറയണത്. കമ്മിറ്റി സ്ഥലത്ത് നിരന്ന് ആനകൾ കയറി വരുന്ന സദസ്സിലേക്ക് കയറി വരുമ്പോൾ ആന നിരന്ന് നിൽക്കണം. അതിന് തന്നെയാണ് ഇത്ര കാശ് കൊടുത്ത് ആനേനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആന സദസ്സിൽ കയറി നിൽക്കും. അത് കുറച്ച് നേരം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആനകൾക്ക് സ്വൈര്യം കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പാപ്പാമാരെ നിങ്ങൾ വിശ്രമിച്ചോളൂ, മതി. ഇനി മേള അവിടെ തുടങ്ങുകയാണ്, പിന്നെ അവിടെ കുത്തിപ്പൊക്കലിൻ്റെ ആവശ്യമില്ലേ. ഇപ്പം അധികം ആനക്കാർ നിർബന്ധിതരാവുകയാണ്. പൂരപ്പുറമ്പിൽ വന്നിട്ട് നിലവ് നിർത്താനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിർബന്ധിതരായി നിർത്തി പോണതാണ് അത്. അല്ലാതെ അവർക്ക് നിർത്താൻ ഇഷ്ടമുണ്ടായിട്ടല്ല. കുറേ ആൾക്കാർക്കൊന്നും ഇതൊന്നും സംസാരിക്കാൻ ഒരുപാട് ചാനലിലൊക്കെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ തന്നെ സുഹൃത്തുക്കളും ചേട്ടന്മാരും നമ്മുടെ അനിയന്മാരായാലും ഒരുപാട് ആൾക്കാരുകൾ ഇൻ്റർവ്യൂ കൊടുക്കണതൊക്കെ ഞാൻ ഒരുമാതിരിപ്പെട്ട വീഡിയോസുകളൊക്കെ കാണാറുണ്ട്. ആരും അതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണത് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാനിതൊക്കെ പറയണത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറയണത്. ഇനിയുള്ള ആനകളെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. പിന്നെ ആനപ്രേമികളായ സുഹൃത്തുക്കൾ കുറേ ആൾക്കാരോട് പറയാൻ്റെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഈ ആനകളെ. പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ആനകളെ ദ്രോഹിക്കണം, അവന്മാർ അങ്ങനെയാണ്. ചില ആന വീഡിയോൻ്റെ അടിയിലൊക്കെ ആൾക്കാർ വന്ന് പറയാറില്ലേ, ഇവൻ്റെ കുടുംബം നശിച്ചു പോവും, ഇവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ അങ്ങനെയൊക്കെ പറയണത് നമുക്കൊക്കെ ഒരുപാട് വിഷമം തോന്നി. വിഷമമല്ല, എന്താ നിങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ പോലെയുള്ള തൊഴിലാളികളെ മനസ്സിലാക്കാത്തത്? ഞങ്ങളൊക്കെ മനുഷ്യന്മാരല്ലേ? ഞങ്ങളുടെ ഒരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി സ്ഥലത്തേക്ക് വന്നാൽ ആ ആനയെ കൊണ്ട് പരിപാടി എടുത്ത് ആ പരിപാടി കഴിഞ്ഞ് അതിനെ വണ്ടി കയറ്റുന്ന വരെ ഒരു ആനക്കാരൻ്റെ വളരെ കുറച്ച് ആനകൾ മാത്രം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആനക്കാരെ ഒന്നും ഉപദ്രവിക്കുന്ന ആനകളല്ല. മറ്റുള്ളവർക്ക് തിരിച്ചവരുടെ വീട്ടിലേക്ക് എത്താൻ പറ്റുമെന്ന് പോലും അറിയില്ല. അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മരണപ്പെടാൻ പോവുകയാണ്.
അവർക്ക് അറിയാൻ പറ്റണുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ആനകളെ ആരും പരിപാലിക്കാണ്ടിരിക്കുന്നില്ല. ഇപ്പം ഏത് ആനേനെ പരിപാലിക്കാണ്ടിരിക്കുന്നത്? അവർക്ക് ഇത്രയും വിലയുള്ള ഒരു മുതലിനെ അവർ നോക്കാണ്ടിരിക്കുമോ? പിന്നെ ചില ആനകൾക്ക് ചില എന്തെങ്കിലും ഒരു വയറിനോ അല്ലെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളൊക്കെ വന്നാൽ ചിലപ്പോൾ ക്ഷീണം തട്ടും. ക്ഷീണം തട്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഒരു ഡാമേജ് തോന്നി തുടങ്ങി കഴിഞ്ഞാൽ ആനകൾ സ്വാഭാവികമായിട്ട് ക്ഷീണിക്കും. ചില ആനകൾ എന്ത് കൊടുത്താലും നന്നാവില്ല. ചില ആനകൾ എന്തെങ്കിലും കൊടുത്താൽ അപ്പം നന്നാവും. പിന്നെ ബന്തോസ് ചെയ്തിട്ട് ചങ്ങല പൂട്ടിക്കെട്ടിയിട്ട് കൊണ്ട് നടക്കുകയാണ്. ചില ആനകളെ അഴിച്ചു വിടാൻ പറ്റില്ല. അഴിച്ചു വിടാൻ പറ്റുന്ന ആനകളല്ലേ അഴിച്ചു വിടാൻ പറ്റൂ? ഈ സദസ്സിലേക്ക് ആന നെഞ്ഞു വിരിച്ച് നിന്ന ഏത് ആനക്കാരൊക്കെ അവിടെ നിൽക്കാൻ പറ്റുക? ഓടേണ്ടി വരും. ആനക്കാർക്ക് പോയി അങ്ങനെ ഒന്നും പിടിച്ചു നിർത്താൻ പോലും പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ആനേനെ പെട്ടെന്ന് ആന സദസ്സിൽ പോയിട്ട് അവിടെ പെട്ടെന്ന് ആന അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ അടിച്ചാടി കളഞ്ഞിട്ട് നമ്മുടെ നേരെ തിരിഞ്ഞ് ആനക്കാരനെ ഓടിച്ച ഇരട്ടച്ചങ്കന്മാരും ചങ്കന്മാരൊന്നും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ടെങ്കിൽ അത് ശരിക്കും ബുദ്ധിയില്ലായ്മയാണ് എന്ന് ഞാൻ പറയുള്ളൂ. ആനകൾ നെഞ്ഞു വിരിച്ച് നിന്ന് നമ്മളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്നോ രണ്ടോ ആനകളല്ല അയച്ചു കിട്ടിയേക്കണം. ഒരുപാട് ആനകൾ അയച്ചു കിട്ടിയ എക്സ്പീരിയൻസിൽ പറയാണ്. അപ്പം നമ്മൾ അവരെ ഡീൽ ചെയ്യേണ്ട രീതിയുണ്ട്. ഓരോ ആനകളെയും ചില ആനകൾ തലയെക്കെട്ട് വെച്ച പ്രശ്നമാണ്. തലയെക്കെട്ട് അങ്ങോട്ട് മുഖത്തേക്ക് വെച്ച് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. എന്നാൽ ചില ആനകളെ പണിയാൻ പോകുമ്പോഴായിരിക്കും അല്ലെങ്കിൽ മരം വലിക്കാൻ പോകുമ്പോഴായിരിക്കും അവർക്ക് ആ ഒരു ഇറിറ്റേഷൻ കാണിക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ആനക്കാരനായിട്ട് ഒരു 2, 3, 4, 5 മാസം കൊണ്ട് സീറ്റിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീരും. പിന്നെ ഈ വെടിക്കെട്ടിൻ്റെ കാര്യം പറയാം. പരിപാടി സ്ഥലത്ത് വെടിക്കെട്ട് നിങ്ങൾ പൊട്ടിക്കുകയോ കാര്യമോ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ആനക്കാരനെ നിങ്ങൾ അറിയിക്കണം. ചേട്ടാ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇതേ ഇപ്പം ആ കോലം കയറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്ന സമയത്തോ അവിടെ ഞങ്ങൾ പടക്കം പൊട്ടിക്കും. അത് ആ ആനക്കാരനെ നിങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ഒരു പരിപാടി സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മണിക്ക് പരിപാടി തുടങ്ങണമെങ്കിൽ നിങ്ങൾ 1 മണിയാകുമ്പോൾ ആനക്കാരനെ അറിയിക്കണം. ചേട്ടാ നമ്മൾ 2 മണിക്ക് പരിപാടി തുടങ്ങും. പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞാൽ പോരാ, ആനയ്ക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ആനയ്ക്ക് പട്ട അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. കാരണം ഈ പരിപാടി കഴിഞ്ഞ് മുഷിഞ്ഞ് അവിടെ വന്നിട്ട് ആ ആനക്കാരൻ വീണ്ടും പട്ട വെട്ടാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ല സുഖമുള്ളൊരു കാര്യമല്ല അത്. പിന്നെ ഭക്ഷണം ആനക്കാരുടെ കൈയോടെ പറയണേ. വേണമെങ്കിൽ വന്ന് തിന്നിട്ട് പൊക്കടാന്ന് പറയണ ഒരു രീതിയില്ലേ. അത് കയ്യിൽ കാശുണ്ടായിട്ട് പോയിട്ട് ചിലപ്പോൾ അവിടെ ഒരു ഹോട്ടൽ പോലും ഉണ്ടാവില്ല. ഇഷ്ടം പോലെ കാശുണ്ടാവും. ഞാനൊക്കെ ഇഷ്ടം പോലെ ഇരുന്നില്ല. ഞാൻ ഇഷ്ടം പോലെ കാശ് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കമ്മിറ്റിക്കാർ വേണമെങ്കിൽ തിന്നിട്ട് പൊക്കടാന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരു ദിവസത്തെ ഉത്സവം നടത്തുമ്പോൾ അവിടേക്ക് വരുന്ന ആഹാരം അത് ആ നിങ്ങൾ വിളിച്ച് വരുത്തിയിട്ടുള്ള ആൾക്കാരുകൾക്കൊക്കെ വയറ് നിറച്ച് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ശരിയായിരിക്കും, നിങ്ങളുടെ പൂരമുണ്ട്, നിങ്ങൾ അതിന് മെനക്കെടണം. നിങ്ങൾ ഒരു കുറച്ച് ആൾക്കാർ കമ്മിറ്റി അംഗങ്ങളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുകൾ നിങ്ങൾ മെനക്കെടണം. നിങ്ങളുടെ പൂരല്ലേ, അത് ഭംഗിയാക്കി വിടേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവിടെ നിന്ന് ആ പരിപാടി കഴിഞ്ഞ് ആനക്കാരായാലും മേളക്കാരായാലും അവരോടൊക്കെ കുറച്ചും കൂടി മനുഷ്യത്വത്തോട് കൂടിയിട്ട് പെരുമാറുക എല്ലാവരും. അതുപോലെ തന്നെ ആനക്കാരോട് നമ്മുടെ ജനങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, മോശമായിട്ടുള്ള ഒരിതുണ്ട് സദസ്സിലേക്ക് വന്നാൽ. അതുമാതിരി തന്നെ ഫാമിലി ആയിട്ടും കുഞ്ഞുങ്ങളായിട്ടും കൊച്ചങ്ങളെ കൊണ്ട് തൊടിക്കാൻ വരുന്നവർ. ഒരു 3 വയസ്സായ ഒരു കൊച്ച് 4 വയസ്സായ ഒരു കൊച്ചെന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ എന്നുള്ള അവർ പേടിക്കും. സ്വാഭാവികമായിട്ട് അവർക്ക് പേടി ഉണ്ടാവും. അപ്പം എനിക്ക് 40 വയസ്സായി, എനിക്ക് പേടിയില്ല എന്ന് വെച്ചിട്ട് 3 വയസ്സായ കൊച്ചിനെ പേടി ഉണ്ടാവില്ലേ? ഈ കൊച്ചു കിടന്ന് കാറി കൂവലായിരിക്കും. കാറി കൂവി കഴിയണം. എന്നാലും ആനനെ തൊടിക്കണം ആ കൊച്ചിൻ്റെ അപ്പനെ അല്ലെങ്കിൽ അവർക്ക്. അവർ പറയും കൊച്ചങ്ങൾ, എനിക്കൊന്ന് ആനനെ തൊടണം അപ്പ അല്ലെങ്കിൽ അച്ഛ അല്ലെങ്കിൽ മമ്മി അല്ലെങ്കിൽ ചേച്ചി ചേട്ടാ എനിക്കൊന്ന് ആനനെ തൊടണം എന്ന് അവർ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വരിക തൊടിക്കുക പോവുക. അതുപോലെ തന്നെ ചില ആൾക്കാർ തുടർന്ന് പറഞ്ഞ് വരും. എന്നിട്ട് ആനയുടെ അടുത്ത് വന്നിട്ട് പേടി, എൻ്റെ അമ്മേ അയ്യോ. കുറേ പെൺകുട്ടികളും പെൺപിള്ളേരും ചേച്ചിമാരൊക്കെയാണ് ഈ പറയണത്. അവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. ആനയുടെ അടുത്തേക്ക് വരണമെങ്കിൽ ധൈര്യപൂർവ്വം വന്ന് തൊട്ടോളാൻ പറഞ്ഞാൽ വരിക, നേരെ വരിക, തൊടുക, പോവുക. ഇത് അവിടെ ആനയുടെ അടുത്തേക്ക് വരും, ആന അനങ്ങും, അപ്പത്തേക്ക് അവിടെ കിടന്നൊരു ചാട്ടം ഒരു തുള്ളൽ. അപ്പം ഇതൊക്കെ ആനകൾക്ക് ഇതൊക്കെ ഇറിറ്റേഷനാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത്. നേരെ വരിക, ഡയറക്റ്റായിട്ട് വരിക, എവിടെയാണോ പാപ്പാൻ തൊടാൻ പറഞ്ഞ് അവിടെ തൊടുക, പോവുക. പിന്നെ കുറേ ഈ ആനകളെ ചിലപ്പോൾ 4 അടിയൊക്കെ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. ആ സമയത്ത് നിങ്ങളൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഓഫ് ചെയ്യുക. നിങ്ങൾ ആ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ കിട്ടും.
ആ ആനക്കാരന് കുറേ പ്രാക്കും കിട്ടും. പക്ഷെ ആ ആനക്കാരൻ അവൻ്റെ ജീവൻ രക്ഷിക്കാനും ആ വരുന്ന ആൾക്കാരുടെയും ആ പൂരപ്പറമ്പിലുള്ള ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു 4 അടി കൊടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഈ വീഡിയോ എടുത്ത് നിൽക്കുന്ന ആൾക്കാർ ആ ആളെ രക്ഷിക്കാനായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു അടി കൊടുത്തിട്ടുണ്ടാവുക. ആ ആളെ ആയിരിക്കും ആന നോട്ടം വെച്ചിട്ടുണ്ടാവുക. ആ ആളെ നോട്ടം വെച്ച് കഴിയുമ്പോൾ ആനക്കാരനത് മനസ്സിലാവും, ഇന്ന ആളെയാണ് നോട്ടം വെച്ചേക്കണെന്ന് മനസ്സിലാവുമ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ 2 അടി കൊടുക്കുക. എന്നിട്ട് അവനെ തന്നെ വീഡിയോ എടുത്തിട്ട് സോഷ്യലിസ്റ്റ് സാമൂഹ്യ ബന്ധത്തിൽ നാണം കെടുത്തുക. ഇതൊന്നും ആരും പറയുന്നില്ല. എത്ര വർഷങ്ങളായി ഇങ്ങനെ തന്നെ പോകൂ. ഞാൻ ഈ ആന ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കാപ്പിക്കാശ്, അതായത് ഒരു പരിപാടി സ്ഥലത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് 250 രൂപയുമ്പോൾ തുടങ്ങിയ ആളാണ് ഞാൻ. ഇത്രയും വർഷങ്ങളായി ഇപ്പോൾ 6000 രൂപയുടെ അടുത്ത് എത്തി നിൽക്കുക. ശമ്പളമൊക്കെ അത്യാവശ്യം ഇപ്പോൾ നമുക്കൊരു കുടുംബം ജീവിക്കാനുള്ള അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പൈസ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആനകളെ അമിതമായിട്ട് ജോലി ഭാരടിപ്പിക്കുകയാണ്, ആനകളെ വണ്ടിയിൽ കയറ്റിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുകൾ പറയുന്നുണ്ട്. അത് നമ്മൾ കൊണ്ടുപോകാൻ നിർബന്ധിതരാവുകയാണ്. കാരണം എന്ത് ചെയ്യേണ്ടത്, 8000 സംതിങ് ക്ഷേത്രങ്ങളുണ്ട്. ഇത്രയും ക്ഷേത്രങ്ങളിലേക്ക് ഈ ആനകളെ നമ്മുടെ ആകെ ഇത്ര ആനകളെ നമുക്കുള്ളൂ. നിങ്ങളുടെ ഒരു അമ്പലത്തിലേക്ക് ഒരു ആനയെങ്കിൽ ഒരു ആന വരണ്ടേ? ആ ഒരു അമ്പലത്തിലെ ഭഗവാന്റെ ചടങ്ങ് നടത്താൻ ഒരു ആന വേണ്ടേ? നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവരാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ അപ്പുറത്തെ ഒരു സ്ഥലത്തേക്ക് ഒരു ആന കൊണ്ടുവന്നു, അന്ന് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് ഇപ്പോൾ വേറെ ആന കിട്ടാനില്ല. ചിലപ്പോൾ അടുത്ത ജില്ലയിൽ നിന്നായിരിക്കും ആനേനെ കൊണ്ടുവരുന്നത്. കാരണം അത്രയും ആനകളുള്ളൂ. എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കണ്ടേ? ഒരു അമ്പലത്തിൽ ഒരു സ്ഥിരമായിട്ട് ഒരു പൂരം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ആന വരാണ്ടായാലുള്ളൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ആ നാട്ടുകാർക്ക് മൊത്തം ആ വിഷമാവില്ലോ, നമ്മുടെ ആ പൂരത്തിന് ആന വന്നില്ലല്ലോ. അപ്പം ഇതിനൊക്കെ നിർബന്ധിതരാവുകയാണ്. അതിനെന്താ വേണ്ടേ? പുറത്തുനിന്ന് ആനകളെ കൊണ്ടുവരണം. പുറത്തുനിന്ന്, കേരളത്തിൻ്റെ പുറത്തുനിന്ന് ആനകളെ, നല്ല നല്ല ആനകൾ കേരളത്തിൻ്റെ പുറത്തുണ്ട്. നമുക്കിവിടെ കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് നിങ്ങൾ അടിച്ച് മെരുക്കി ആനേനെ ഇവിടെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഘടനകളാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത്. അവർക്കൊക്കെ അവരുടേതായ വ്യക്തമായ ലാഭങ്ങളുണ്ട്. ഞാൻ എന്തായാലും പറയും, ഈ പറയണതിൻ്റെ പേരിൽ പറയാണ്ട് ഇതൊന്നും കേൾക്കാണ്ട് മിണ്ടാണ്ട് നടന്ന കാലത്ത് എന്നെ ആൾക്കാർ എടുത്തിട്ട് ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, അങ്ങോട്ട് ഇങ്ങോട്ടും പന്ത് തട്ടണ പോലെ. എന്നിട്ട് ഞാൻ കുലുങ്ങിയിട്ടില്ലേ. ഞാൻ പറയും, ഇതിന് നമ്മുടെ കേരളത്തിലേക്ക് ആനകൾ വരാണ്ടിരിക്കാനായിട്ട് അതുപോലെ പൈസ എറിഞ്ഞുള്ള കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആനകൾ വന്നെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? കാട്ടിൽ എത്ര ആനകൾ പിന്നെ പോണു. ഇവിടെയുള്ള കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഇവിടെയുള്ള ആനകളെല്ലാം അതിനെ അഴിച്ചു കൊണ്ടുപോയിട്ട് കാട്ടി കയറ്റി വിട്ടിട്ട് എന്തോ ചെയ്യാൻ പറ്റും? ഒറ്റകൾക്ക് ഒരു ദിവസം ആ കാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ പിടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ഉണ്ടായ ആനയെ പിടിച്ച് ഇത്രയും കാലം മനുഷ്യന്മാർ സംരക്ഷണം കൊടുത്തിട്ട് ഇതാക്കി തിന്ന്, ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം, കാട്ടി കയറ്റി വിടും എന്ന് പറഞ്ഞിട്ട് NGO സംഘടനകളോ അങ്ങനെയുള്ള സംഘടനകൾ കിടന്നിട്ട് ഓരോ പ്രസംഗിക്കുന്നുണ്ട്. കാട്ടിലുള്ള ആനയ്ക്ക് ഒരു വയ്യാണ്ട് വന്നാൽ ആന ആയിക്കോട്ടെ, എന്ത് ജീവി ആയിക്കോട്ടെ, അവറ്റകൾ കാട്ടിൽ നിന്ന് മനുഷ്യന്റെ സഹായം തേടി പുറത്തേക്ക് ഇറങ്ങി വരിക. ഒരു അസുഖം വന്നാൽ അവർക്ക് കാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, കാട്ടിൽ നിൽക്കില്ല. അവർ പുറത്തിറങ്ങി വന്നിട്ട് മനുഷ്യന്മാരാണ് അതിനെ പിടിച്ച് ഡോക്ടർമാരുടെ സഹായം കൊണ്ട് പിടിച്ച് മരുന്ന് വെച്ചും കാര്യങ്ങളും ചെയ്തും വിടുന്നത് മനുഷ്യന്മാർ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ എന്തോരം ആനകളുണ്ട്. നമുക്ക് അന്യ സംസ്ഥാനത്ത് ആനകൾ വേണ്ട. നമ്മുടെ കേരളത്തിൽ പണ്ട് ആനകളെ വാരിക്കുഴിയിൽ നിന്ന് വീണിട്ടും ആനകളെ കിട്ടിയിട്ടും അതിലൊക്കെ വന്നിട്ടുള്ള ആനയാണ് പാമ്പാടി രാജൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ, തൃക്കടവൂർ ആന, ഇപ്പോൾ കോന്നി സുരേന്ദ്രൻ. ഇതൊക്കെ അങ്ങനെ വന്ന ആനകളല്ലേ. നമ്മൾ എന്തിനാ അന്യ സംസ്ഥാനത്തേക്ക് പോണേ? നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആനകളുണ്ട്. നമ്മൾ വലിയ ആനകളെ പിടിക്കണ്ട. ഒരു പരുവം കഴിഞ്ഞ ഒരു ആനകളുണ്ടല്ലോ, അവറ്റകളെ കുറച്ച് ഒരു 10, 50, 100 ആന സർക്കാരിൻ്റെ കീഴിൽ ആനകളെ പിടിച്ച് പിന്നെ നമുക്ക് മെരുക്കിയെടുത്ത് ലേലം, പഴയ സിസ്റ്റത്തിൽ ലേലം വരട്ടെ, ലേലം ചെയ്യട്ടെ. നമ്മുടെ കേരളത്തിൽ ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല നല്ല ആനകളെ കാണാൻ പറ്റും. നല്ല പാമ്പാടി രാജൻ അതുപോലത്തെ ഉള്ള ആനകൾ, ഇഷ്ടം പോലെ ആനകൾ. നമ്മുടെ ഏഴാറ്റുമുഖത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ഓരോ ആനേനെ കണ്ട കൊതിയാവും. നമ്മൾ എന്തിനാ ബീഹാറിലേക്ക്, ആസാമിലേക്ക്, UP-ലേക്കൊക്കെ പോകുന്നത്? അപ്പം എല്ലാത്തിനും ഒരു മാറ്റങ്ങൾ വരണം. നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമാണ് പൂരങ്ങളും മറ്റേ പെരുന്നാളുകളായാലും നേർച്ചയാണെങ്കിലും എന്ത് കാര്യങ്ങളും നമ്മുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകൾക്ക് ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഒരു 10, 20 തലമുറ മുമ്പ് തൊട്ടിട്ടുള്ള ആചാരങ്ങളാണിത്. നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ പിള്ളേരെ ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ടി വരും. ആ ആന ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ആന. എൻ്റെ ചെറുപ്പത്തിലും ഞാൻ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഓരോ ആനകളെ കണ്ട പേടിയാവും. അത്ര അധികം ആനകൾ ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥലത്ത്. ഇപ്പോൾ ബെർലിനുണ്ടാവുന്ന ആനകളുള്ളൂ. പിന്നെ കുറേ ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ധാരണയില്ലാത്ത വന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഇതൊന്നും ആരും ഒരു ഇൻ്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല.
ഇതൊക്കെ ഞാൻ പറയാനേ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരു ചാനലായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ള ആനകളെ മാത്രം മതി നമുക്ക്. ഒരു ആനയെ കിട്ടി, അതിനെ ഒന്ന് ചട്ടവട്ടം അടിച്ചെടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, അത് ഒരു പരിധി കഴിഞ്ഞ് അതിനെ പുറത്തേക്ക് ഇറക്കി. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ PT7 എന്ന് പറഞ്ഞ ആന. മറ്റേ ധോണി കാടുകളെ വർപ്പിച്ച് അവിടെ മരണങ്ങളൊക്കെ നിരവധി ഉണ്ടാക്കിയിട്ടുള്ള ആനയായിരുന്നു PT7. ആനയെ പിടിച്ച് മെരുക്കിയെടുത്തപ്പോൾ അതേ ആനയെ അവിടെ കൊണ്ടു നടക്കുന്നുണ്ട്. പിടിച്ചിട്ട് എത്ര കൊല്ലമായി? കൂടി പോയി 2 കൊല്ലമായി കാണും. ആന നടക്കണുണ്ടോ? എത്ര ഭംഗിയായിട്ട് ഇരിക്കുന്നത്. കാട്ടിൽ നടക്കണേക്കാളും ശരീരമായിട്ട് അത് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിഷം ഇങ്ങനെ കുത്തിവെച്ച് ആൾക്കാരുകളെയൊക്കെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കാണ് ഇവര്. നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു ലാഭം ഇല്ലാണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ ഒരു മനുഷ്യൻ? നാളെ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് ഞാൻ അത് ഡീൽ ചെയ്തോളാം, വിഷയമൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഞാൻ ഒരാൾക്കല്ല. എൻ്റെ തൊഴിലാളി അല്ലെങ്കിൽ ആനക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഉടമസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നമ്മൾ ആനകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അധികം ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പേരും പ്രശസ്തിയുള്ള ഒരു ആനയുടെ പിന്നാലെ പോകുന്ന ഒരാളല്ല. എനിക്കിഷ്ടം ആർക്കും വേണ്ടാത്ത ആനക്കാർക്കൊന്നും താല്പര്യമില്ലാത്ത ആനകൾ, അല്ലെങ്കിൽ ശരീരം ശോഷിച്ച് ക്ഷീണിച്ച് പോയിട്ടുള്ള ആനകളെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അവർക്ക് കിട്ടാണ്ട് പോയ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. ഞാൻ മിണ്ടിയ വടിയെടുത്ത് അടിക്കുകയും കുന്നപോലെ എടുത്ത് കുത്തുന്ന ആളൊന്നുമല്ല അധികം. എൻ്റെ ടെക്നിക്ക്, എൻ്റെ പണി അതുമല്ല. എൻ്റെ പണിയുടെ ഒരു സിഗരറ്റ് ഉണ്ട്, അത് ഞാൻ ഒരിക്കലും ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അത് എൻ്റെ ഒരു രീതിയാണത്. ഞാൻ വയ്യാത്ത ആനകളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചു പോരുന്നത്. ഓരോ അസുഖങ്ങളുണ്ടെങ്കിൽ ആ അസുഖം തന്നെ, അത് എന്താണ് അതിൻ്റെ കാരണം, അത് എങ്ങനെയാണ് അസുഖം വന്നത്, എങ്ങനെയൊക്കെ ചെയ്താൽ അത് മാറും, അത് തിരിച്ചു മറിച്ചും ചെയ്ത് ലാസ്റ്റ് ഞാനത് സക്സസ്സിൽ എത്താറുണ്ട്. എൻ്റെ കുറച്ച് കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കി അറിയാൻ പറ്റും. പിന്നെ ഞാൻ പൂരപ്പറമ്പിൽ കൊണ്ടുവന്ന് നിലവ് നിർത്തി ഒച്ചപ്പാടുകളൊക്കെ നിറങ്ങാനുള്ള അങ്ങനത്തെ മൂടുള്ള ഒരാളല്ല ഞാൻ. ഒതുങ്ങി നിന്ന് സമാധാനപരമായിട്ട് നമ്മുടെ മുതൽ നന്നായിട്ട് നിൽക്കണം, സമാധാനപരമായിട്ട് പരിപാടികൾ എടുത്ത് പോരുക. ആന നല്ല ശരീരമായിട്ടിരിക്കണം. ആന നല്ല ശരീരമുള്ള ആനയെ കാണാനല്ലേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ, അല്ലാതെ ശരീരം കുറഞ്ഞ മെലിഞ്ഞിരിക്കുന്ന ആനകളെ കാണാൻ ആർക്കും ഇഷ്ടം? പക്ഷേ ചില ആൾക്കാർ പോകുമ്പോൾ പറയും, ഞാൻ ഇപ്പോൾ ചാർജ് എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ആന തന്നെ എത്ര ആൾക്കാർ പറഞ്ഞെന്ന് പറയുമ്പോൾ, നിങ്ങളിതിന് തിന്നാനൊന്നും കൊടുക്കാറില്ലേ? ഇതിന് എന്തെങ്കിലും വല്ല തിന്നാൻ കൊടുക്കുക. ഭയങ്കര ക്ഷീണിച്ച ആന ഇരിക്കുന്നത്. അത് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അങ്ങനെ ഇരുന്നാർന്നേ. നന്നാക്കാൻ പറ്റുമെന്നല്ലേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നന്നാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ ആനയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ആനയുടെ വീഡിയോസുകൾ അധികം കുറവായിരിക്കും. കാരണം ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞിരുന്നു, ഞാൻ മുതലാളിക്ക് അതൊരു ബിൻചേട്ടാ എന്തിനാ വെറുതെ ഇതെന്നുള്ള ഒരു അവസ്ഥ വേണ്ടല്ലോ. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഇടയ്ക്ക് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ബാക്കി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ പാദരോഗം, അതുപോലെ തന്നെ ഒരു ആനയെ എങ്ങനെ നന്നാക്കി എടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ചിട്ടും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രീതിയിൽ രേഖപ്പെടുത്താം. പിന്നെ എന്നെ എന്തെന്ന് പറയുക, മോശമായിട്ട് വന്ന് സംസാരിച്ചാൽ അത് ഞാൻ മോശമായിട്ട് തന്നെ സംസാരിക്കും. നല്ല രീതിക്കുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടികൾ. പിന്നെ ഞാൻ കമ്മിറ്റിയിലുള്ള സുഹൃത്തുക്കൾ ചേട്ടന്മാരെ, ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ കാണും, പരിപാടി സ്ഥലത്തേക്കൊക്കെ വരും. വരുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആനക്കാരെയൊക്കെ ഒന്ന് ഒരു പരിപാടി സ്ഥലത്ത് നിന്ന് ഒരു പരിപാടി സ്ഥലത്തേക്ക് വന്ന് ഒരു പരിപാടി സ്ഥലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പം ഞങ്ങളവിടെ നിങ്ങളെ ആശ്രയിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു എന്തെന്നാ പറയുക, ഒരു മനസ്സിന് വിഷമം തോന്നിയിട്ടൊക്കെ പോരേണ്ട സാഹചര്യങ്ങൾ വരെ പൂരപ്പറമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആനക്കാർക്ക് ആനയെ കെട്ടാനുള്ള നല്ലൊരു സൗകര്യം നിങ്ങൾ ശരിയാക്കി വെക്കണം. ആനയെ ഏൽപ്പിക്കുമ്പോൾ ആനയെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ആനയ്ക്ക് കൊടുക്കാനുള്ള പട്ടയെങ്കിൽ പട്ട, പുല്ലെങ്കിൽ പുല്ല്, വാഴപ്പിണ്ടിയെങ്കിൽ വാഴപ്പിണ്ടി സംവിധാനങ്ങൾ നിങ്ങൾ ഒരുക്കണം. വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം.
ആ രാത്രി ആനകൾ കിടന്ന് ഈ ക്ഷീണം ഉണ്ടാവും, കിടക്കേണ്ട ആനകൾക്ക് കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പരിധി അധികം കാഴ്ചക്കാരെ ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ആനകളെ കെട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തുടർന്നും ഇങ്ങനത്തെ വീഡിയോസുകൾ ഞാൻ ചെയ്യാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പറയുക. പിന്നെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഞാൻ തരും. പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ആനകളാണ് ഞാൻ കയറിയ കാര്യങ്ങളും പിന്നെ ഒക്കെ ഞാൻ പുറകെ ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് പറയാം. സമയക്കുറവുണ്ട്. അപ്പം എല്ലാവർക്കും നന്ദി കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.